അമ്മ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എല്ലാരും വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ ഇത്രയും നേരം കഴിഞ്ഞിട്ട് അമ്മേനോട് ഹായ് അമ്മ എന്ന് പറയണമെന്നല്ലേ. അത് ഞാൻ എനിക്ക് വേണ്ടി പറയല്ല, അവർക്ക് വേണ്ടിയിട്ട് പറയാണ്. കണ്ടതും ഹായ് അമ്മ എന്ന് പറയുമ്പോൾ അമ്മക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയാമല്ലോ അമ്മയ്ക്ക്. അതിനുവേണ്ടി ഉച്ചക്കലത്തെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയണ ആദ്യത്തെ ആള്. പക്ഷെ രാവിലെ ഉണ്ടാക്കണത് രാവിലെ ആണെങ്കിലും ഉച്ചക്കലത്തെ സാമ്പാറോ ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ആദ്യത്തെ ആളായിരിക്കും. അതല്ലല്ലോ നോക്കണ്ട്, നമ്മൾ എത്ര മണി ഇപ്പൊ 9:10. അപ്പൊ ഇത് ഗുഡ് മോർണിംഗ് അല്ലേ? അല്ലേ പിന്നെ അതല്ല പറഞ്ഞേ, അത് ഗുഡ് മോർണിംഗ് തന്നെ. പക്ഷെ അതല്ല ഞാൻ പറയണത്, അതല്ല ലഞ്ച്. അപ്പൊ ലഞ്ചിന്റെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഗുഡ് മോർണിംഗ് പറയണ ഒരേ ഒരാൾ എന്റെ അമ്മക്കുട്ടിയാണ് എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. സ്റ്റൗ കത്തിക്ക് ചൂടാവട്ടെ. അന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു സൈഡ് ഡിഷാണ്. അപ്പൊ അതാ വഴുതനങ്ങ, അതിനിതാ ഈ നീളുള്ള വഴുതനങ്ങില്ലേ, അതാണ് ഞാൻ. അത് ആനക്കൊമ്പ് പോലെ മുറിച്ചിടുക. ആനക്കൊമ്പല്ല, അത് കണ്ടില്ലേ, അല്ല ആ ഷേപ്പില് നീളത്തിൽ ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിക്കുക. അതിന് വേണ്ട സാധനങ്ങള് വെളുത്തുള്ളി 6-7 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് നാളികേരക്കൊത്ത്. ഈ നാളികേരക്കൊത്ത് എടുക്കുമ്പോൾ നിങ്ങൾ മൂപ്പ് കുറഞ്ഞ നാളികേരക്കൊത്ത് എടുക്കുക, അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക. മൂത്ത് കൂടിയ നാളികേരക്കൊത്ത് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, മൂപ്പ് കുറഞ്ഞതാണ് നല്ലത്. പിന്നെ ഒരു ചെറിയ സവോള, ഇതാ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി എരിവിന്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കടുക്, കായം, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത്ര മതി. ഇപ്പൊ ഈ മൂപ്പ് എന്ന് പറഞ്ഞില്ലേ അമ്മ, ഈ മുതിർന്നവർ എന്ന് പറഞ്ഞ എന്താ അറിയോ, എല്ലാത്തിനും മുതിർന്നവർ. ഞങ്ങളെക്കാളും മുമ്പ് ഈ ലോകപരിചയം മുഴുവനും കൈക്കൊണ്ട വ്യക്തികൾ ആയതുകൊണ്ടാണ് അവരെ മുതിർന്നവർ എന്ന് വിളിക്കുന്നത്. അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായോ? അമ്മ വെറുതെ മുതിർന്നവരെ ബഹുമാനിക്കണം. അല്ല, ഇത് ഈ പാചകത്തിന് മൂത്തത് പറഞ്ഞില്ലേ, മനസ്സിലായമ്മ? പക്ഷെ മനുഷ്യരിൽ മുതിർന്നവരെ ബഹുമാനിക്കണം. അതുപോലെ മുതിർന്നവരെ കണ്ട കുറച്ച് റെസ്പെക്ട്ഫുള്ളായിട്ട് സംസാരിക്കണം. അങ്ങനെ പറഞ്ഞു തരില്ലേ? ആ പറഞ്ഞു തരുന്നതിൻ്റെ ഉദ്ദേശം അവർ പ്രായം കൂടുതലുണ്ട് പറഞ്ഞ് മാത്രമല്ല, അതിൽ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. മുതിർന്നവർ എന്താ വാക്കിൻ്റെ അർത്ഥം? ഞങ്ങളെക്കാട്ടിലും മുമ്പ് പല ഓണം, റംസാന്, വിഷു, ക്രിസ്മസ്, പകല്, രാത്രി, മഴ, വെയിൽ ഒക്കെ കണ്ട് ലോകജ്ഞാനങ്ങൾ ഞങ്ങളെക്കാട്ടിലും മുമ്പ് ഉൾക്കൊണ്ടവരാണ് ഈ മുതിർന്നവർ. അതാണ് മുതിർന്നവർ വാക്കിന്റെ അർത്ഥം. എപ്പറഞ്ഞോമ്മ? അല്ലമ്മ, ഞാൻ തന്നെ ഇപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞാനിത് ഈ മൂത്തതെന്ന് പറഞ്ഞപ്പോ മുതിർന്നവർ എന്തായിരിക്കും ചിന്തിച്ചു നോക്കിയതാണ്. അമ്മ എന്നെ ആലോചിച്ച് നോക്ക്. മുതിർന്നവർ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള അർത്ഥം എന്താണ്? മുന്തിയവർ അല്ലെ, നമ്മളെക്കാളും മുമ്പ് മുന്തിയവര്. അപ്പോ മൂത്തവർ അതന്നെമാ, എല്ലാം കൊണ്ടും മുതിർന്നവർ എന്ന് വെച്ചാൽ ലോകം നമ്മളെക്കാളും മുമ്പ് കണ്ടവര്, ലോകപരിചയം നമ്മളെക്കാളും കൂടുതലുള്ളവര്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, നമ്മുടെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം അമ്മ മുതിർന്നവൾ. അങ്ങനെ അത് എല്ലാം കൊണ്ടും, മനസ്സിലായില്ലേ? അപ്പൊ വിവാഹ ജീവിതത്തിനെ പറ്റി എന്താണ് അറിവ് എന്ന് നമ്മുടെ അനിയത്തിയാവട്ടെ, അമ്മനോട്, അനിയന്മാരാവട്ടെ അമ്മനോട് ചോദിച്ചിട്ടില്ല മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവരോട് ചോദിച്ചിട്ട് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അപ്പൊ മുതിർന്നവളെ അടുത്ത ഇട്ടോളൂ. കടുക്. അമ്മ എന്തെന്നെ ഒഴിച്ചാലും, എത്ര എണ്ണ ഇട്ടാലും, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇട്ടാലും കടുക് എന്ന് പറഞ്ഞ സാധനം അതിൽ തന്നെ വേണം. അല്ലാണ്ട് ഒന്നും നടക്കില്ല. അല്ലാണ്ട് ഒന്നും നടക്കില്ലമ്മ. കടുകിന് കടുക് തന്നെ വേണം, കരുവേപ്പിലയ്ക്ക് കരുവേപ്പില തന്നെ വേണം. മനസ്സിലായില്ലേ? അല്ല, ഈ കടുക് ഡബ്ബിൽ വെക്കുമ്പോ അമ്മ കണ്ടിട്ടുണ്ടോ? ആർക്കും വേണ്ടത്ര സാധനം മുക്കിൽ വെച്ച പോലെ വെച്ചിട്ടുണ്ടാവും. അല്ല കേക്കോ? അങ്ങനല്ലേ, എല്ലാ നിമിഷവും അത് വേണം. പക്ഷെ അതേപോലെ നോക്കി കറിവേപ്പില എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോ കറിവേപ്പില ഇല്ലാത്ത പരിപാടിയേ ഇല്ല. വെളുത്തുള്ളി. ഇത് വെള്ള കളറുള്ളത് കൊണ്ടാണ് വെളുത്തുള്ളി എന്ന് വന്നത്. മഞ്ഞയാണെങ്കിൽ മഞ്ഞുള്ളി എന്ന് പറയുന്നുണ്ടാവും. അല്ല, എന്റെ കണ്ടുകൊടുത്തല്ല, മനുഷ്യൻ അങ്ങനെയല്ലേ പറയാ. ഇത് വെളുത്തതായതുകൊണ്ട് വെളുത്തുള്ളി. അത് പേര് പറഞ്ഞിടണം. പച്ച വഴുതനങ്ങ. നമ്മള് പച്ചയാണല്ലോ ഇടുന്നത്, അപ്പൊ പച്ച വഴുതനങ്ങ. അല്ല, പച്ച എന്ന് പറഞ്ഞ അമ്മ പച്ച കളറല്ലേ, അപ്പൊ പച്ച വഴുതനങ്ങ. വെള്ള ഉപ്പ്, പൊടി ഉപ്പ്,
ഉപ്പ് പിന്നെ കറുത്തിട്ടല്ലേ ഉണ്ടാവുക. ആ ബ്ലാക്ക് സാൾട്ട് ഉണ്ട്. ഉണ്ട്. ഇപ്പോൾ വെള്ള ഉപ്പ് കേട്ടോ. ആയിക്കോട്ടെ. അതൊന്ന് സ്റ്റീൽ കരണ്ടിയും കൊണ്ട് തൊട്ട് വെക്കുക. അല്ല അത് മുരിയട്ടെ. മുരിയട്ടെ. അത് സ്റ്റീൽ കരണ്ടിയും കൊണ്ട് തൊട്ടും പിടിച്ചും വെക്കുക. ഞാനേ എന്നും ചോദിക്കണ പോലെ നിങ്ങൾ ചോദ്യം ചോദിക്കട്ടെ. എല്ലാവരും ജീവിതത്തിൽ ഒരുപാട് സ്നേഹിച്ച് തോറ്റവരാണ്. ഒരുപാട് സ്നേഹിച്ച് തോറ്റു എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ ആർക്കെങ്കിലും പ്രേമകവന എഴുതി തോറ്റു എന്നല്ല. അമ്മ വേഗം അമ്മ ഈ ലോകത്തിൽ ഒരു കുടുംബത്തിൽ സുഹൃത്ത ബന്ധത്തിൽ അമ്മ ഈ ചെക്കൻ എവിടെ പോയിട്ട് തോറ്റു അങ്ങനെയാണ് അമ്മ ചിന്തിച്ചത്. അപ്പം ഞാൻ പറഞ്ഞുതരാം, അതല്ല. അപ്പം അമ്മ എന്നോ ഒരു വീഡിയോയിൽ പറഞ്ഞത് സ്നേഹം നൽകുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവും. ആരെങ്കിലും നമ്മളെ ഒന്ന് സ്നേഹിക്കട്ടെ, നമ്മളിതുപോലെ സ്നേഹം നൽകിക്കൊണ്ടില്ലേ, അതുപോലെ ആരെങ്കിലും നമുക്കൊന്ന് തിരിച്ച് നൽകിക്കോട്ടെ എന്നൊരു പ്രതീക്ഷ ഉണ്ടാവും. മിക്കവാറും എൻ്റെ അമ്മ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റിൽ അല്ലെങ്കിൽ എനിക്ക് ഉള്ള അനുഭവത്തിൽ അമ്മയുടെ ജീവിതം വെച്ച് നോക്കുമ്പോൾ അമ്മ സ്നേഹം നൽകിയിട്ട് സ്നേഹം തിരിച്ചു തന്നവരായിട്ട് എത്ര പേരുണ്ടാവുമെന്ന് പറഞ്ഞാൽ ഈ 5 വിരൽ എണ്ണി അതിൽ 2 or 3 വിരലോ അല്ലെങ്കിൽ 4 വിരൽ വരെയൊക്കെ എത്തുമെന്നും കൂടി സംശയമാണ്. 4 വിരൽ വരെ എത്തിയിരിക്കും, 5 വിരലും കൂടി ഒരുമിച്ച് മടങ്ങില്ല. കാരണം അത്രത്തോളം സ്നേഹം പ്രതീക്ഷിച്ചിരുന്നു. അത്രയൊന്നും സ്നേഹം അമ്മയ്ക്ക് ഇവിടുന്ന് ആരും നിന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന നിർഭാഗ്യവതിയായ ഈ അമ്മ, നിർഭാഗ്യവതിയായ അമ്മ, ശരിയല്ലേ? നിർഭാഗ്യവതി എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? ഭാഗ്യമില്ലാത്തവളായ എൻ്റെ അമ്മ, നമ്മുടെ ഇഷ്ടദൈവമായ ഗുരുവായൂരപ്പൻ, കാവിലമ്മ, ഇവനൊക്കെ പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു ഫലമായിരിക്കും ചിലപ്പോൾ. ഇതാ ഇങ്ങോട്ട് തിരിയും. ഈ മത്തങ്ങ മോങ്ങയും കൊണ്ട് 3-4 ആൾക്കാരെ കണ്ട് അവൻ്റെ ഒരു സ്നേഹം കിട്ടാന്നുണ്ട്. ഈ ചിരിയിലാണ് കുറേ പേര് വീണർക്കണമെന്നാണ് എൻ്റെ സംശയം. ഈ ചിരി കഴിഞ്ഞാൽ വേറൊരു മുഖമുണ്ട്, എന്നെ ഇടിക്കാൻ പറ്റുന്ന മുഖം നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ പലവട്ടം പറഞ്ഞ പോലെ പലവട്ടം പായസം കുടിച്ചാലും പായസം തന്നെയല്ലേ, കഷായാവില്ലല്ലോ. അതുപോലെ തന്നെ പലവട്ടം പറയണ പോലെ തന്നെ ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് കിട്ടി. നല്ല ഫ്രണ്ട്സുകൾ കിട്ടി, സുഹൃത്തുക്കൾ കിട്ടി, അമ്മ അടക്കം കിട്ടിയിട്ടുണ്ട് ഇല്ലേ? മോളെ നിന്ന് വിളിക്കുന്നവരടക്കം കിട്ടിയിട്ടുണ്ട്, ചേച്ചിമാർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേനെ ഞാൻ ഇടയ്ക്ക് ഇവിടെ അടുക്കളയിൽ പണിയിലായിരിക്കും അമ്മ. അപ്പൊ സ്നേഹം കൊണ്ട് അമ്മ നിക്ക് ഞാൻ പറയാ പിടികിട്ടി അപ്പൊ എന്താ അറിയോ, ഇന്ന് ഞാൻ എന്നുണ്ട് വരുന്നത്, പക്ഷെ ഇന്ന് പ്രത്യേകിച്ച് ഞാനിവിടെ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോണ്ട് കരണ്ടും പോയി. അപ്പൊ പിന്നെ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ് വേഗം. അപ്പൊ അല്ലെങ്കിൽ ടി വി ഒക്കെ ഇട്ടിട്ട് ദോശ ചുട്ടു നമ്മ 2 പ്രാവശ്യം പറഞ്ഞു. ഇപ്പൊ ആയിക്കോട്ടെ, ദോശ ഇട്ടുകൊണ്ടിരിക്കുമ്പോ 3 പ്രാവശ്യമായി ഇവണ്ട് അമ്മ ഇങ്ങനൊന്നല്ല, എനിക്കങ്ങനെ വിളിക്കാൻ കൂടെ അറിയില്ല. അമ്മ അങ്ങോട്ട് എന്തോ കൊണ്ട് പേടിച്ച പോലെ. അപ്പൊ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഒന്നും കണ്ടിട്ടില്ല. ഞാനപ്പോ ഇത് എന്തിനാണാവോ വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് നോക്കുമ്പോണ്ട് മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എന്താ ചോദിച്ചപ്പോ ഒന്നുമില്ല. അമ്മ എന്ത് ചെയ്യുന്നു അമ്മ. അപ്പൊ ഇവന് ഞാൻ എന്താ വേണ്ട, ആ ദോശ ഞാൻ വരുമ്പോഴേ ഉണ്ടാക്കി പോയി. അപ്പൊ എന്താ വേണ്ട പറഞ്ഞാ ഞാൻ ഇന്നത് ചെയ്യായിരുന്നു മോനെന്ന് പറഞ്ഞ പിന്നെ അച്ഛനങ്ങനെ പോയിട്ട് എന്താണെന്ന് ചോദിച്ചു. ഇത് അച്ഛനെ വിളിച്ചു. അപ്പൊ ഇവൻ ഇങ്ങനെ വിളിച്ചു. അച്ഛൻ അവിടെ ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ വിളിച്ച്. ഓഫ് ചെയ്യാണ്ടല്ലേ വന്നത്. അപ്പൊ നീ അങ്ങനെ ചെയ്യാൻ പറ്റോ? അത് എന്തിനു ചെയ്താന്ന് നമുക്ക് മനസ്സിലായോ? എനിക്ക് ദേഷ്യം വന്ന് ഞാൻ കുറെ ചീത്ത പറഞ്ഞു. ഞാൻ ശരിയാ കുട്ടിയാ, ഇല്ല കുട്ടിയാ നീ അല്ലമ്മാ. നോക്ക്, അമ്മ ഒരു സാധനം ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പാട്ടും പാടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വല്ല കള്ളം കയറി വന്ന് അറിയോ അമ്മ? അല്ല പറയേ. അപ്പൊ എന്താ വിളിച്ച് ഏതാ വിളിച്ചെന്ന് ഓടി വന്ന് നോക്കട്ടെ വന്നിട്ട് പിന്നെ ഒരു മെത്തേഡും കൂടി ഉണ്ട് ഇതില്. ഇപ്പൊ കണ്ടില്ലേ? ഈ പ്രഷറൊക്കെ ഒന്ന് നോർമലാവും അമ്മ. ഇങ്ങനെ പ്രഷർ ഒന്ന് ഇങ്ങനെ കൂടിയിട്ട് അബ്നോർമലാവും. അതെല്ലാം കഴിച്ച് അവനെ വഴക്ക് പറഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ ദോശക്കെല്ലാം കഴിച്ചു. അത് രണ്ടാമത് കഴുകി പിന്നെ ദോശ ഇട്ട്. മനുഷ്യന് ഇത്തിരി ബുദ്ധിമുട്ടാണത്. അതൊന്നും അവന് മനസ്സിലാവില്ല. കളിക്കുട്ടിയൊന്നും ഉള്ള കുട്ടീനെ പോലെ എന്റെ പിന്നാലെ ഒന്ന് കളിച്ചു. അതിന്റെ ഇടയ്ക്ക് വേറെ കാര്യം പറയാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞതാണ്. അവനത് പറയാ. അപ്പൊ എന്നിട്ട് ഇവന്റെ ഭാഗം ന്യായീകരിക്കാൻ നോക്കുന്നത്. അല്ല, അമ്മാന്ന് വിളിച്ചതിന് പുലർച്ചയ്ക്ക് ചീത്ത കേട്ട ഒരേ ഒരാൾ ഞാൻ മാത്രമേ. അല്ല, അമ്മാന്ന് പിന്നെ സംഗീതപരമായിട്ട് വിളിക്കാൻ ഞാൻ സംഗീതം പഠിച്ചിട്ടുണ്ടോ? അമ്മ ഞാൻ ഒരു ഗുരുകുലത്തിനും പോയില്ല സംഗീതം പഠിക്കാൻ. എനിക്ക് അമ്മാന്ന് അങ്ങനെ പല രീതിയിൽ വിളിക്കാനേ പറ്റില്ലോ. പിന്നെ എനിക്ക് അമ്മാന്ന് ക്ലാസിക്കലായിട്ട് വിളിക്കാൻ പറ്റുമോ? അപ്പൊ അമ്മാന്ന് വിളിച്ചു, അതൊരു തെറ്റമ്മ.
മിണ്ടണം, പിന്നെ പിന്നെ ഈ അമ്മയ്ക്ക് അമ്മ എന്താ ചെയ്യുന്നത്, എന്താ അമ്മയ്ക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് നോക്കാൻ പറ്റില്ലേ. പിന്നെ അമ്മയ്ക്ക് വേറെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല, ഒരുപാട് വേർക്കണോ. ഈ സബോളയും കൂടി ഇട്ട് കൊടുക്കുക, ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുക, പിന്നെ കറിവേപ്പില പകുതി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പിട്ടു, നമ്മൾ ആദ്യം കടുകിട്ടു, വെളുത്തുള്ളി ഇട്ടു, പിന്നെ വഴുതനങ്ങ ഇട്ടു. വഴുതനങ്ങ ഒന്ന് ചെറുതായിട്ട് വാടുമ്പോൾ നാളികേരത്തിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സബോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരട്ടെ. അപ്പോൾ നമുക്ക് പിന്നെ ഒരു കാര്യം കൂടി പറയണം, ഈ വേർപ്പ് ഇത് വേറെ ഒന്നുമല്ല, ഷുഗർ ലോ ആയിരുന്നു. എനിക്ക് സന്തോഷമാണ്. എന്തറിയോ, ഇത് ഷുഗർ ലോ അല്ല, അതൊക്കെ പെട്ടെന്ന് കയറിക്കൊള്ളും, മധുരം കഴിച്ചാൽ മതി. അത് കയറാണ്ടിരിക്കാൻ ഒരു കാരണമുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു കാഡ്ബറി ചോക്ലേറ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. ദുശാസനായ അച്ഛൻ, ദുശാസനായ അച്ഛനും നിനക്ക് ദുശാസനായ അച്ഛനും ദുശാസനം നല്ലവനല്ലമ്മ, ശകുന്തലയുടെ അയ്യോ ദുഷ്യന്തനാണല്ലേ, ദുഷ്യന്തനായ അച്ഛനും. അയ്യോ ചെറിയ അല്ലമ്മ, ചെറിയ മിസ്റ്റേക്ക് പറ്റില്ലമ്മ സ്പീഡിൽ പറയുമ്പോ. അയാൾ ആ വൃത്തികെട്ടവനാണല്ലേ, അത് വേണ്ടെന്നാ. അപ്പൊ ആരാത്, മറ്റേ ദുഷ്മൻ ആരാണ്? ഏതൊരു അന്ധൻ, മഹാരാജാവ്, ദുഷ്യന്തൻ. ശരി, ദുഷ്യന്തൻ. ഈ പൗരാണിക കഥയൊക്കെ ഞാനാണ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, അമ്മ എനിക്ക് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ദുഷ്യന്ത മഹാരാജാവും പിന്നെ ദുഷ്യന്ത മഹാരാജാവിന്റെ മകനും മരുമകളും ഒക്കെ കൂടിയിട്ട് ചോക്ലേറ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നതിനെ പറ്റി എന്നെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. അവരെന്നോ പറഞ്ഞു, ഫോൺ വിളിച്ചപ്പോൾ അച്ഛൻ കഴിഞ്ഞ മാസം പറഞ്ഞു, നീ ഒറ്റ കാരണം കൊണ്ടാണ് ഷുഗർ ഇങ്ങനെ കൂടുന്നതെന്ന്. ഞാനതങ്ങോട്ട് നിർത്തി. ഇപ്പം എന്തായി, ഇപ്പം ചോക്ലേറ്റ് തിന്നേണ്ട ഗതികേട് വന്നില്ല അമ്മയ്ക്ക്. ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുതന്നിട്ടുണ്ട്, ഒരാൾ ലഡ്ഡു ജിലേബി. അല്ല, ഈ ഒരു മകൻ എന്തെന്നെ ചെയ്താലും കുറ്റാണ്. ഡയറി മിൽക്ക് ഹാർട്ടിന് നല്ലതാണെന്ന് പറയും, അതുകൊണ്ട് കൊണ്ടുവന്നതാണ്. അതിപ്പോ എത്ര വലിയ കുറ്റാണ് ഞാൻ കഴിഞ്ഞ മാസം അച്ഛനടുത്ത് കയറ്റത്. അത് ഹാർട്ടിന് ബെസ്റ്റാണ് അത്ര, അതിൽ വലിയ ഷുഗർ ഒന്നും വരില്ല, മനസ്സിലായില്ലേ. അപ്പൊ നമുക്ക് അതുപോലെ എനിക്ക് കുടുംബത്തിലെ ചേച്ചിമാരെ, അനിയത്തിമാരെ, അമ്മ എല്ലാം കിട്ടിയിട്ടുണ്ട്, ആങ്ങളമാരെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ എനിക്കൊരു ചെല്ലക്കിളി കുട്ടി കിട്ടിയിട്ടുണ്ട്. എന്താ അറിയോ, ഈ പെൺകുട്ടി ഇല്ലാത്ത ആൾക്കാർക്ക് പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹം. അവര് പിണങ്ങലും നമ്മുടെ അടുത്ത് വഴക്കൂടലും പിണക്കവും ഇതൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹമാണ്. അത് എൻ്റെ അടുത്ത് ഇങ്ങനെ പിണക്കണോ. അമ്മക്ക് ഈ ഗ്രൂപ്പ് നമ്മുടെ യൂട്യൂബ് ഫാമിലിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിക്ക് ഞാൻ മറുപടി ഇട്ടിട്ട് എന്റെ മനസ്സിലിപ്പോ ആ കുട്ടിയില്ലേ എന്റെ സ്വന്തം മോളായി. ഭയങ്കര മെസ്സേജുകളാണല്ലോ അങ്ങോട്ടും. ഞാൻ അറിയാണ്ട് എന്റെ മനസ്സില് ഒരു മോളായി മാറി. കാരണം എന്നതല്ലോ ആ കുട്ടി പറയാ, ഞാൻ പറയാ കേട്ടോളൂ കേട്ടാ. എങ്ങനെ പറഞ്ഞ ചില കാര്യങ്ങൾ അവളൊരു 5-8 മെസ്സേജൊക്കെ ഉണ്ട്. അത് ഏതിലൊക്കെ ഇട്ടിരിക്കുന്നത് കൂടെ അറിയില്ല ചിലപ്പോ എനിക്ക്. ഞാനൊരു 3-4 ഇട്ടില്ലായിരിക്കോ വിചാരിച്ചിട്ട് ചില സമയത്ത് തലവേദനയൊക്കെ ആയിട്ട് കിടന്നിട്ട് പിന്നെ നോക്കുമ്പോ അതിൽ കാണില്ല. അപ്പൊ എന്റെ മെസ്സേജ് നോക്കിയില്ല, പോയി നോക്ക്, എന്നിട്ട് മതി എന്റെ അടുത്ത് മിണ്ടത്. ഇതെന്ത് പറ്റി, ഇനി ഞാൻ വീഡിയോ കാണില്ല, ഇനി ഞാൻ കൂട്ടില്ല എന്നൊക്കെ പറയും. അപ്പൊ അയ്യോ എന്ത് പറ്റിയോളെ, ഞാൻ കണ്ടില്ല, അതാണോ കാണില്ല, എന്നോടിപ്പോ ഇഷ്ടമില്ല, അതാണ്. പിന്നെന്താ ഉമ്മ വെക്കുന്നതില് എല്ലാവർക്കും കൂടി ഉമ്മ കൊടുക്കുന്നുണ്ട്, അതിന് എനിക്കില്ല കേട്ടോ. അതിലൊരു സ്നേഹമില്ല, എനിക്ക് അതിന് ഉമ്മയില്ല, ഞാനത് സമ്മതിക്കില്ല, അങ്ങനെ പറയും. പിന്നെ ചില ദിവസം വീഡിയോ ഇടാൻ വൈകി അല്ലെങ്കിൽ വീഡിയോ ഇല്ലാത്ത ദിവസം എവിടെ പോയി എന്നോട് പറയാതെ അത്രേ ഉള്ളൂ. അപ്പൊ ഞാനതിന് അത് കാണുന്നത് കുറെ സമയം കഴിഞ്ഞിട്ടല്ലേ. അപ്പൊ വീണ്ടും ഒരു മെസ്സേജ് കൊണ്ടിട്ടുണ്ടാവും. ഞാൻ ചിലപ്പോ കാണാറില്ല, ഉച്ചയ്ക്കാവും. ആ ഉച്ചയാകുമ്പോഴേക്കും വേറെ മെസ്സേജ് ഇട്ടിട്ടുണ്ടാവും, എവിടെ പോയി കുരങ്ങി എന്നോട് പറയാം. അത് നന്നായിട്ടോ, അതെനിക്ക് ഇഷ്ടമായി. എവിടെ പോയി കുരങ്ങി എന്നോട് പറയേണ്ടത് അറിയാം. അവസാനം ഇപ്പൊ പറയാണ് ഈ 2 കുരങ്ങിയാണോ. അത് ശരി. അല്ലമ്മ, അമ്മേനെ കുരങ്ങിന്ന് പറഞ്ഞോട്ടെ, സ്നേഹം കൊണ്ടാ പറയാ. എന്നെന്തിനമ്മ കുരങ്ങെന്ന് വിളിക്കണേ. എന്റെ ഫോട്ടോ കണ്ടിട്ടായിരിക്കും. ഈ കുരങ്ങി രണ്ടാമത് എവിടെ പോയി. അതുപോലെ ഞാൻ മിണ്ടില്ല, പോ കൂട്ടില്ല, പോ. അങ്ങനെ പിണങ്ങലും ഇണങ്ങലും ഒക്കെ പെട്ടെന്നല്ലത്.
പിന്നെ എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ല മോളെ ഞാൻ കണ്ടില്ല കേട്ടോ അതാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ അത്ര പിണക്കം വേണം ഞാൻ പെടുന്നില്ലമ്മ എനിക്ക് ഞാൻ പാവാണ് അങ്ങനെയുണ്ടോ? അപ്പൊ അങ്ങനെ അതിന്റെ ആദ്യം തൊട്ടേ എനിക്ക് ഈ മെസ്സേജ് കണ്ടിട്ട് അതിനോട് പ്രത്യേക വാത്സല്യാണ് എന്താ പറയാ അത് നമ്മുടെ മനസ്സിലങ്ങനെ തോന്നും നമുക്കില്ലാതെ പോയ ഒരു കുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ സ്നേഹം ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യുന്നുള്ള ഒരു സങ്കല്പം ഒരു അമ്മ പ്രസവിക്കുമെന്നോ അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം തൊട്ട് വളർത്തി നമ്മുടെ ബന്ധുക്കളുടെ കുട്ടികളോ അല്ലെങ്കിൽ അയൽപ്പക്കത്ത് അങ്ങനെയൊന്നും ഇല്ലമ്മ. നമുക്കിങ്ങനെ ചില മെസ്സേജുകളോട് സങ്കല്പം ഉണ്ടാവില്ല. അതെ അതെ ആ സങ്കല്പത്തിലെ സ്വഭാവത്തിലുള്ള സങ്കല്പം അല്ലേ? സങ്കല്പം എന്ന് പറഞ്ഞാൽ അതിന്റെ പെരുമാറ്റം എങ്ങനെ ഉണ്ടാവണം. കണ്ടില്ലേ ആ മല്ലിപ്പൊടി ഇട്ടു ഇങ്ങനെ കുശുമ്പ് കാണിക്കണം, ഇങ്ങനെ വാശി കാണിക്കണം, ഇങ്ങനെ കുറുമ്പ് കാണിക്കണം. അതന്നെയല്ലേ അമ്മേ ഞാൻ രാവിലെ കാണിച്ചത്. അതെല്ലാം നിൽക്കുന്നത് അമ്മ. സ്റ്റോപ്പ് ഒരു മിനിറ്റ്. ഇതന്നെയാണല്ലോ അമ്മ ഇന്ന് രാവിലെ ഞാൻ കാണിച്ചത്. അപ്പൊ അത് കുറുമ്പല്ല, അത് വാത്സല്യല്ല. ഞാൻ ആൺകുട്ടി ആയതുകൊണ്ട് എന്നെ പുറത്താക്കിയല്ലേ? നിക്ക് ഞാനൊരു ചുരിദാറിട്ട പെൺകുട്ടിയാണെങ്കിൽ ഞാൻ പറഞ്ഞാക്കമ്മ ഓക്കെ ആക്കിണ്ടായിരുന്നു അല്ലേ? ഞാൻ വേണ്ട മഞ്ഞ അടുത്ത് തരുമ്പോ ഞാൻ നമ്മുടെ വയറ്റിൽ ജനിക്കില്ല. ഞാൻ ഏതെങ്കിലും ആൺകുട്ടിയോട് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വീട്ടിൽ ഇപ്പൊ എനിക്ക് മനസ്സിലായി. അല്ല, ആരിന്റെ കുസൃതി നമുക്ക് ഇഷ്ടമാണ്, കുറുമ്പ് കാണിക്കുന്ന ഇഷ്ടമാണ്. ഞാൻ മാത്രം കാണിച്ചു കഴിഞ്ഞാൽ അതിന് തല്ലാണ്. അത് ആൺകുട്ടികളായതുകൊണ്ട് അല്ലേ? അമ്മ പെൺകുട്ടികളെ മാത്രം മോഹിച്ചവർ നമ്മുടെ വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തുവാക്കൾ കേൾക്കേണ്ടി വരും. അതേ കൂക്കലൊരു പെൺകുട്ടിയോട് നിന്ന് കൂക്കിയിട്ടുണ്ടെങ്കിൽ എന്താ മോളെ? ആ അടിയും കൊടുക്കുവോ? അല്ല അമ്മ ഇപ്പൊ അടിച്ചു എന്ന് വെച്ചോ, എന്നെ അടിച്ചതിന് ശേഷം ആർക്കാ ബുദ്ധിമുട്ട്? വേദനിക്കും, നീര് വരും. ആരൊഴിഞ്ഞു മാറ്റണം? അയ്യോ അതിനും പറ്റില്ല. സ്വതന്ത്രമായിട്ടൊന്നും തല്ലാനും പറ്റില്ല. അപ്പൊ നീ കുരുമുളകും കൂടി ഇടുക ഒക്കെ അവനവന്റെ പാകത്തിന് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ഇത് എത്ര വഴുതന 3 വഴുതനങ്ങയാണ്. അല്ല നമ്മുടെ ഈ സൗന്ദര്യ രഹസ്യം എന്ന് പറഞ്ഞാൽ പച്ചക്കറി കഴിച്ചിട്ടാണോ? സൗന്ദര്യ രഹസ്യം നീ പച്ചക്കറി കഴിച്ചോ. പിന്നെ ഇതാ കുറച്ച് അപ്പോഴും അമ്മ പറയില്ല എനിക്ക് എവിടെ മോനെ അത്ര സൗന്ദര്യം പോലെ ആന്ന്. എന്തോ എന്റെ അമ്മയുടെ അഹങ്കാരാട്ടമാ. അപ്പോഴും അമ്മ പറയില്ല അതേടാ എന്റെ സൗന്ദര്യ രഹസ്യം അങ്ങനെയാണ്. അപ്പൊ എന്താ പറയണ്ടമ്മ? എനിക്ക് എവിടെ മോനെ അത്ര സൗന്ദര്യം ഉള്ളത്? ആരോഗ്യ രഹസ്യം വേണമെങ്കിൽ പച്ചക്കറി കഴിച്ചിട്ടാവും. അങ്ങനെ വേണമെങ്കിൽ പറയാമല്ലോ അമ്മയ്ക്ക്. എന്തുകൊണ്ട് അമ്മ പറഞ്ഞില്ല? അമ്മക്ക് ഇങ്ങനെ പറയാമല്ലോ. അമ്മയുടെ സൗന്ദര്യ രഹസ്യം പച്ചക്കറി കഴിച്ചിട്ടാണെന്ന് പറയുമ്പോൾ അയ്യോ മോനെ എന്റെ സൗന്ദര്യം എന്നൊന്നും പറയാൻ പാടില്ല. ശരിക്കുള്ള സൗന്ദര്യം എവിടെ? വേണ്ട ഇനിയിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? അപ്പൊ അമ്മ വേറെ ഒന്നും മിണ്ടാണ്ട് മൂളി. പോയിന്റ് ടു ബി നോട്ടഡ്. എല്ലാവർക്കും ഉണ്ടാവുന്ന ചിന്തയാണത്. അല്ലമ്മ? കുറച്ച് കറിവേപ്പിലും കൂടി ഉള്ളത് അതിലിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പണി കഴിഞ്ഞാൽ എത്ര എളുപ്പം കഴിയും. നല്ല ടേസ്റ്റ്. അപ്പോ പണ്ട് ഈ യൂട്യൂബ് പണ്ട് പറഞ്ഞ ഒരുപാട് പണ്ടൊന്നും ആയില്ല, കുറച്ച് തന്നെ ആയിട്ടുള്ളൂ. ആ തുടങ്ങുന്ന കാലത്ത് അമ്മ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരേ ഒരു കാര്യമാണ്, വളരെ ചുരുക്കം കുറച്ച് ആൾക്കാർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ എന്തെങ്കിലും ഒരു ഇങ്ങനെ മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 10, 15, 20, 25 അതിൽ കൂടുതലൊന്നും അതിന് കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുന്നില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു സ്വപ്നം. ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചിലരൊക്കെ പറയില്ലേ എന്താണ് ഈ വാട്സപ്പ് കൂട്ടായ്മ എന്തൊക്കെ ഇല്ലേ, എന്താ പറയുക? അതെ കൂട്ടായ്മ കാര്യങ്ങൾ അതുപോലെ എനിക്കില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഗ്രൂപ്പില്ല. അങ്ങനെ ഇവിടെ അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ. ഞാൻ എന്റെ നാടാണെങ്കിൽ അവിടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ടാവും. അവരൊക്കെ ഇവിടെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലൊന്നും ഇല്ല. അകലെയുള്ളവരുണ്ട്, അത് അവിടെയാണ്. നിങ്ങളുടെ ഇവിടെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ പിന്നെ അവരൊക്കെ എവിടെയൊക്കെയാന്നും കൂടി അറിയില്ല, ഫോൺ നമ്പർ അറിയില്ല. 1, 2 ആൾക്കാരെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കൊരു 10, 25 അത്ര ആളൊക്കെ കിട്ടും. അപ്പൊ അവരോട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എല്ലാവരും മെസ്സേജൊക്കെ നോക്കണമൊക്കെ കാണുമ്പോൾ ഒരാഗ്രഹം അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഇത്ര ആൾക്കാരെ കിട്ടിയത് ശരിക്കും പറഞ്ഞ ഭഗവാന്റെ ഒരു അനുഗ്രഹം. ഉറപ്പായിട്ട് ഞാൻ പറയണെങ്കിൽ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നവരാണ് കേട്ടോ. അതായത് അവരവരുടെ മനസ്സിലുള്ളതൊക്കെ എന്നോട് തുറന്ന് പറയാറുണ്ട്. മക്കളുടെ കാര്യം പറയും, അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ മെസ്സേജിലൂടെ തന്നെ പറയും. പിന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഡോക്ടറെ കാണണം, ഇന്ന ഡോക്ടറെ കാണണം. ചേച്ചി ഒരുപാട് പേർക്കുണ്ട്. അത് കാർഡിയോളജിസ്റ്റിനെ കാണണം. അങ്ങനെ പല സലഹകളും അവർ തരാറുണ്ട്.
അങ്ങനെ എല്ലാം കൊണ്ട് എനിക്കിപ്പോ എന്താ അറിയോ, എനിക്ക് ആരും ഇല്ല എന്നുള്ളൊരു തോന്നലേ ഇല്ല. എനിക്കിപ്പോ ഒരുപാട് പേരുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ കുറച്ച് പേര് നമ്മുടെ ആ നാട്ടിലുണ്ടായിരുന്നു. അല്ല, കുറച്ച് പേര് നമ്മുടെ ആ നാട്ടിലുണ്ടായിരുന്നു. അവരൊക്കെ കല്യാണം കഴിഞ്ഞപ്പോൾ വേറെ സ്ഥലത്താണ്, ഓരോ സ്ഥലത്തേക്ക് പോയി. എൻ്റെ പ്രായം, എന്നെക്കാളിലും ചെറിയ പ്രായമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയോട് എല്ലാ നേരത്തും നമ്മുടെ മക്കളെ പോലെ നമ്മുടെ ചുറ്റുണ്ടായിരുന്നു അല്ലേ. അവരും കൂടി ഈ സമയത്ത് നമ്മൾ ഓർക്കണം. ചിലരൊക്കെ ഉണ്ട്. ഈ ഇത് കണ്ടിട്ട് അവരൊക്കെ വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നാളികേരക്കൊത്തും വഴുതനങ്ങി എല്ലാം കൂടിയിട്ടൊരു സൈഡ് ഡിഷ് ഇങ്ങനെ. ഇത് ഒരു എന്തെങ്കിലും രസമോ എന്തെങ്കിലും കൂട്ടിയിട്ട്, ഇത് പപ്പടം, ഒരു രസം ഉണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇതിൽ നാളികേരം ഇടുമ്പോൾ നിങ്ങൾ ഇടയെ നാളികേരം നോക്കിയിട്ട് ആ നാളികേരക്കൊത്തിന് നല്ല സ്വാദായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിഷ്. പിന്നെ അതിന് മുമ്പ് ഞാൻ അറിയുന്ന എൻ്റെ അമ്മ ആള് എന്ന് വെച്ചാൽ ഒരുപാട് സ്നേഹം അമ്മ എന്നും പറയുന്ന പോലെ മക്കൾക്ക് നൽകിയ പോലെ തന്നെ മക്കൾക്ക് തുല്യമായ ആൾക്കാർക്ക് നൽകിയിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്, നമ്മുടെ എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അമ്മ പ്രതീക്ഷിച്ചത് കുറച്ച് നല്ല സ്നേഹം തിരിച്ചു കിട്ടണമെന്ന് മാത്രമാണ്. വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 പേരിൽ മടക്കാൻ പറ്റുമെന്നറിയില്ല. 5 പേരിൽ മടക്കി പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5 പേരിൽ നൂർത്തി പിടിച്ചു കഴിഞ്ഞാൽ അത്രയും പേരുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും ചുരുക്കം തന്നെ അമ്മയെ സ്നേഹിക്കുന്ന ആൾക്കാരുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുരുവോളം മോഹിച്ച് ഒരു കുന്നോളം ആൾക്കാരാണ് നമുക്കൊക്കെ ഇത് അല്ലമ്മ. ഇതൊക്കെ നമുക്കൊരു കുന്നോളം. എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ മക്കൾ 2 ആൺകുട്ടിയാണ്, അവരെ ഞാൻ ചീത്ത പറയുക അത് വേറെ. പക്ഷെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അത് ഒരുപാട് ആൺകുട്ടികളെക്കാളും ഒരു ഓമനത്വല്ലേ അവർക്ക്. അപ്പൊ അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ അവരെ വഴക്ക് പറയുക, അവരെന്നെ കുറച്ചു നേരം അവർ പണങ്ങിയിരിക്കുക, പിന്നെ ഞാൻ പോയി അവരെ സമാധാനിപ്പിക്കുക, പിന്നെ ഞാൻ എന്ത് തെറ്റുകളൊക്കെ ചീത്ത പറയുക, എന്നോടൊരു ഭയഭക്തിയോടെ നിൽക്കുക. അതുപോലെ അവരെന്തെങ്കിലും എന്നോട് പണങ്ങിയിട്ട് എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുക. ഞാൻ പറയുന്നത് എന്താ ഈ കുട്ടി പറയുന്നില്ലേ, അതുപോലെ എവിടെ പോയി കറങ്ങി, അങ്ങനെയൊക്കെ. അങ്ങനെയുള്ള രീതിയിലുള്ള സ്നേഹമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് എൻ്റെ മനസ്സിലെ ഒരു സ്വപ്നമാണ്. അപ്പൊ അതൊക്കെ ഇതിലൂടെ എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമാണ്. അങ്ങനെയാണ് ആ കുട്ടിയുടെ എനിക്ക് ഒരു അമ്മയുടെ എൻ്റെ മനസ്സിന് ഞാൻ അറിയാതെ അവിടെ എനിക്ക് മകളായി മാറി. അതുപോലെ ഒരുപാട് പേരുണ്ട് എൻ്റെ ചേച്ചിയായിട്ടും ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ ഞാൻ വാട്സാപ്പിൽ അവരോടൊക്കെ എനിക്ക് മെസ്സേജിലൂടെ ഞാൻ സംസാരിക്കും. അപ്പോൾ ഒക്കെ എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ചില മെസ്സേജൊക്കെ ഞാൻ കുറേ പ്രാവശ്യം വായിക്കും. അപ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം തോന്നും, ഇതൊക്കെ ദൈവം എനിക്ക് തന്നല്ലോ, ഇനി എനിക്ക് ഇതിൽ കൂടുതലൊന്നും വേണ്ട ഭഗവാനെ, ഇതൊക്കെ നിലനിന്നാൽ മതി. അപ്പോൾ എന്തെങ്കിലും ഒരു കാലത്ത് മനസ്സിൽ എന്തോ എനിക്കൊരു കുറവുണ്ട്, ഒരു വലിയൊരു കുറച്ച്. അവരുടെയൊക്കെ നിസ്വാർത്ഥമായ സ്നേഹമാണ്. കാരണം എന്നെ കണ്ടിട്ടില്ല, ഞാൻ അവരെ കണ്ടിട്ട്. അവരെ ചിലരെ ഫോട്ടോയിലെങ്കിലും നമ്മൾ ഇതിൽ കാണും, പക്ഷെ എന്നെ ഇങ്ങനെ അവർ അതുപോലെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് ഇതേപോലെ ഞാനും അവരും ഒരേപോലെയാണ്. അപ്പോൾ കാണാതെ അവർ എന്നെ എത്രത്തോളം സ്നേഹിക്കുമ്പോൾ അതാണ് നിസ്വാർത്ഥ സ്നേഹം അല്ലേ. അവർക്ക് ഞാൻ വല്ലതും ചെയ്തിട്ടുണ്ടോ, അവരെനിക്ക് അങ്ങനെ ഉള്ള ഒരു സ്നേഹം, അതാണ് നിസ്വാർത്ഥ സ്നേഹം, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹം. അതെന്നും മരണം വരെ എനിക്ക് ഉണ്ടായിരിക്കണം, എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവും. അതുപോലെ അവർ എനിക്ക് നൽകുന്നുള്ള വിശ്വാസം. അപ്പോൾ എന്തെങ്കിലും മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ച വല്ല കാര്യങ്ങളായിരിക്കും അതിനൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി സ്നേഹം കിട്ടണമെന്നായിരിക്കും അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അമ്മയ്ക്കൊരു സുപ്രഭാതം അത് കിട്ടി. അതുപോലെ എന്തിനെയാണോ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് ഒരു ദിവസം നമ്മളെ തേടി വരും. അതെന്തായാലും മനസ്സിൻ്റെ ഉള്ളിൽ ഒറ്റ ചിന്തയോട് കൂടിയിട്ട് എനിക്ക് ഇങ്ങനെ കുറച്ച് വേണം എന്ന് ചിന്തിച്ചാൽ അത് ആത്മാർത്ഥമുള്ളതാണെങ്കിൽ, അതിൽ നിസ്വാർത്ഥമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ നമ്മുടെ സ്നേഹിച്ച ആൾക്കാർ നമ്മളെ അതുപോലെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഭാഗ്യമാണ്. അതൊരു ഭാഗ്യമാണ്, അതിന് കുറ്റം പറയാനൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ അല്ല അങ്ങനെയുള്ള നിരാശയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം അവരമ്മയുടെ വയറ്റിൽ ജനിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ അവർ ജനിക്കണമെന്നോ അങ്ങനെ ഒന്നുമില്ല. ബന്ധങ്ങൾ അത് സ്നേഹബന്ധമാണ് ഏറ്റവും വലുത് ഈ ലോകത്ത്. അത് എങ്ങനെയുള്ള ബന്ധമാണെങ്കിലും ഏത് രീതിയിൽ വന്നതാണെങ്കിലും ആ സ്നേഹബന്ധത്തിനൊരു പവിത്രതയുണ്ട്. അത് ഏറ്റവും ഈ ലോകത്ത് വലിയ ബന്ധമാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ സമ്പൂർണ്ണമായി സ്നേഹം നൽകിയവർക്ക് മനസ്സ് നിറഞ്ഞ സ്നേഹം നൽകിക്കൊണ്ട് ഇന്നത്തെ അമ്മയ്ക്ക് മാത്രം ഇഷ്ടപ്പെടുന്നത് അല്ലേ, അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ പറയുന്നത്. എനിക്ക് മാത്രം ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. ഈ ഇതേപോലെ നിങ്ങൾ വഴുതനങ്ങ ഏത് വഴുതനങ്ങയാണെങ്കിലും കുഴപ്പമില്ല, വെള്ളമൊന്നും ഒഴിക്കണ്ട.
ഇങ്ങനെ തന്നെ വെച്ച് അപ്പോൾ ഈ നാളികേരക്കൊത്ത് ഇടാൻ മറക്കരുത്. അത് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൊടുക്കാനുള്ള ഏറ്റവും ഇത് നാളികേരക്കൊത്തും വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ ഇടണം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, ഒപ്പം ആ ചെല്ലക്കിളിക്കും വേണ്ടി അല്ലേ? ചെല്ലക്കിളി അല്ലേ? അപ്പോൾ ആ ചെല്ലക്കിളിക്കും വേണ്ടി. അപ്പോൾ ഏവർക്കും പതിവ് പോലെ തന്നെ ചെല്ലക്കിളി ഇനിയും കിടങ്ങിക്കോട്ടോ, ഒരു കുഴപ്പമില്ല. അമ്മയ്ക്ക് അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബൈ.